സർവശക്തനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for His great presence with us. And in His presence there is healing. In His presence there is joy. In His presence there is deliverance. And we become complete in Him. നമ്മൾ അവനിൽ പൂർണ്ണരാകും. അവന്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്, സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ട്. അവന്റെ സന്നിധിയിൽ സൗഖ്യവും വിടുതലുമുണ്ട്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യമുള്ളതിനാൽ ഞാൻ ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു. ശനിയാഴ്ച നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ തുടങ്ങി വെച്ച വിഷയം നല്ലവണ്ണം ഇന്ന് വീണ്ടും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വേറൊരു രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ശനിയാഴ്ച വന്നവർക്കും അത് അനുഗ്രഹമായി തീരും. അതിനായി കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ഉം 13-ഉം വാക്യം വായിക്കാം. വിശുദ്ധന്മാർക്ക് ഒന്നാമത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കിയിരിക്കുന്നു. നമുക്ക് വിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് ചില അവകാശങ്ങളുണ്ട്. വിശുദ്ധന്മാരായ ദൈവമക്കളുടെ അവകാശം ഇരിക്കുന്നത് വെളിച്ചത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ വെളിച്ചത്തിലുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം വിശുദ്ധന്മാർക്ക് വെച്ചിരിക്കുന്ന അവകാശത്തിന് പങ്കാളികളാക്കി പ്രാപ്തന്മാരാക്കി തീർത്ത ദൈവത്തിന് മഹത്വം. അടുത്ത വാക്യം, ഇതാണ് എന്റെ വിഷയം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പം ഒരു ട്രാൻസ്ഫർ ആണ്, ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിൽ നിന്ന്. ഏത് രാജ്യത്തിൽ നിന്നാ? അല്ലല്ല, അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന പോലെ വായിച്ചോ. നമ്മെ എവിടുന്നാ വിടുവിച്ചിരിക്കുന്നത്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, സാത്താന്റെ രാജ്യത്തിൽ നിന്ന് വിടുവിച്ച് എവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. പുത്രന്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുകയാണ്. എല്ലാവരുടെയും ബൈബിൾ ചെക്ക് ചെയ്യണം. പുത്രന്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുകയാണ്. പിശാചിന്റെ രാജ്യത്തിൽ നിന്ന്, ഇരുളിന്റെയും അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ വിടുവിച്ച് എവിടെ ആക്കി വെച്ചിരിക്കുകയാണ്? പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവമക്കളൊക്കെ ഇരിക്കുന്ന എവിടെയാണ്? പുത്രനായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് പോപിശാച എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഹലോ, ഇസ്രയേലിന് ആഭിചാരം ഫലിക്കുകയില്ല. ഒരു ദൈവ പൈതലിനെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് പിടിച്ചെടുത്ത് ദൈവം പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. ഈ വലിയ മർമ്മം ശരിക്കും മനസ്സിലായിക്കോണം. 91-ാം സങ്കീർത്തനം ഇടക്കിടക്ക് പേടിച്ച് വായിക്കുന്ന ഒത്തിരി വിശ്വാസികളാണ്. അവർ വിശ്വാസിയാണോ എന്ന് തന്നെ എനിക്ക് ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. 91-ാം സങ്കീർത്തനം കേട്ടിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തന്നെ പറയാൻ കാണാതെ പഠിച്ചവർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെയുള്ളവർ മാത്രം ബാക്കിയുള്ളത് വായിച്ചാൽ മതി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതന്റെ നിഴലിൻ കീഴിൽ വസിക്കുന്ന, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ, അവന് മാത്രമേ ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ ഉള്ളൂ. രാത്രി പോകുന്നതും പകല് പോകുന്നതും നിന്നെ പിടിക്കാതിരിക്കണമെങ്കിൽ നീ അത്യുന്നതന്റെ മറവിൽ വസിക്കണം, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കണം. ഇരുളിന്റെ രാജ്യത്ത് നിന്ന്, പിശാചിന്റെ കെട്ടിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ്. പിശാചിന്റെ കെട്ടിൽ നിന്ന് നമ്മെ എവിടെ കൊണ്ടുപോവുകയാണ്? പുത്രന്റെ രാജ്യത്തിലേക്ക്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ ഫറവോന്റെ കെട്ടിൽ നിന്ന് ചെങ്കടൽ കടത്തി വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയി. അടിമത്തത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ബദ്ധപ്പാടിൽ നിന്ന് പൊക്കിയെടുത്ത് എവിടെ കൊണ്ടുപോയി? വാഗ്ദത്ത ദേശത്തേക്ക് ചെങ്കടൽ കടത്തി കൊണ്ടുപോയി. ഇതേപോലെ പാപികളായിരുന്ന നമ്മെ, പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ പിടിച്ചെടുത്ത് രക്ഷിച്ച് എവിടെ ആക്കി? പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. ഇനിയും പിശാചിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇരുട്ടിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ എവിടെ ഇരിക്കുക? വിടുവെച്ചിരിക്കുകയാണ്. വായിച്ചോ, സംശയമുണ്ട് വീണ്ടും വായിച്ചോ. ഇത് മറക്കരുത്, ഈ വാക്യം മറക്കരുത്. വായിച്ചോ.
ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്, പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ബോംബിങ് നടക്കുമ്പം വലിയ വലിയ ബോംബ് വീഴുന്നതിനിടയ്ക്ക് ഒരു മനുഷ്യനെ രാത്രിയിൽ ഒരാൾ പൊക്കിയെടുത്ത് കണ്ണ് അടച്ച് കേരളത്തിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം പൂട്ടും കറിയൊക്കെ വിളമ്പി വെക്കുമ്പോൾ ഇയാൾ വിറച്ചോണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നത് എങ്ങനെ നോക്കണേ. പുള്ളിയെ രക്ഷിച്ചു, ബോംബിൽ നിന്ന് രക്ഷിക്കണേ. ഇപ്പോൾ എന്റെ തലയിൽ വീഴും, എന്റെ തലയിൽ വീഴും. എവിടെ? കേരളത്തിൽ ബോംബൊന്നും ഇല്ല. അയാളെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രാത്രി പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, കേരളത്തിലിരിക്കുകയാണ്. പുട്ടും പഴവും കറി ആൾ തിന്നില്ല, ഇവിടുത്തെ പുട്ടൊക്കെ നോക്കിയാൽ ബോംബിൽ നിന്ന് രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കണക്കിന് സമാധാനപ്പെടുത്തി ഇയാളെ ഉറക്കി. ഉച്ചക്കുണ്ണാനായിട്ട് സാമ്പാറും മീൻകറിയും ഒക്കെ വിളമ്പി വെച്ച് പിന്നെ ദൈവമേ എന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷിക്കണേ. സഹോദരൻ, നിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. പിശാചിന്റെ എല്ലാ പരിപാടിയിൽ നിന്നും ദൈവം നിന്നെ രക്ഷിച്ചു. നീ ദൈവത്തിന്റെ പൈതലാണ്. അന്ധകാരത്തിന്റെ ശക്തിക്ക് ഇനി നിന്റെ മേൽ അധികാരമില്ല. നിങ്ങൾ നിന്നോട് തന്നെ ഒന്ന് പറയോ, അന്ധകാരത്തിന്റെ ശക്തിക്ക് ഇനി എന്റെ മേൽ അധികാരമില്ല, പിശാചിന് എന്റെ മേൽ അധികാരമില്ല. ഓ ഹല്ലേലൂയ. നസറായൻ യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളെ ഞങ്ങൾ അഴിക്കുകയാണ്, അന്ധകാരത്തിന്റെ പോരുകളെ ഞങ്ങൾ ഇല്ലാതാക്കുകയാണ്. ടിവിയിൽ കൂടെ യൂട്യൂബിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ട്രാൻസ്ഫർ ഓഫ് കിങ്ഡം കൊടുത്തു കഴിഞ്ഞു, വീസ ഒക്കെ കിട്ടി, പാസ്പോർട്ട് അടിച്ച് സീലൊക്കെ കിട്ടി, ഇവിടെ എത്തിക്കഴിഞ്ഞു, മൈഗ്രേഷൻ ഫിനിഷ്. ഹല്ലേലൂയ. ഇനി ഇവിടെ കിടന്ന് അയ്യോ പൊത്തം വിളിക്കാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എല്ലാവരും രണ്ട് കരമുള്ളവർ മാത്രം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Translating us into the kingdom of his son. 1 പത്രോസ് 2:9. എന്തിനാണ് ദൈവം നമ്മളെ ഇങ്ങനെ വിടുവിച്ച് അന്ധകാരത്തിൽ നിന്ന് പിടിച്ചെടുത്ത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാനാണ്. എന്തിനാ വിളിച്ചിരിക്കുന്നത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അഫ്ഗാനിസ്ഥാനിൽ ബോംബ് പൊട്ടുന്നതിനിടയിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചോറ് സമ്പാദം കഴിക്കാൻ. അപ്പൊ എന്തോ ഒരു സമാധാനം. ബോംബിന് എന്റെ മേൽ വീഴുകയില്ല, പിശാചിന് എന്റെ മേൽ ശക്തിയില്ല, യുദ്ധത്തിന് എന്റെ മേൽ ശക്തിയില്ല. ആ യുദ്ധം കാൽവറിയിൽ ജയിച്ചു കഴിഞ്ഞു. ഞാൻ ജയാളിയാണ്. ഇത് ഘോഷിക്കാനാണ്. രക്ഷിക്കപ്പെട്ടേച്ച് നടക്കുന്ന മിണ്ടാ പ്രാണികൾ ഇരിപ്പുണ്ട്, ഘോഷിക്കത്തില്ല. അവർക്ക് രക്ഷയുടെ വില എന്താണെന്ന് അറിയില്ല. ഈ അടുത്തിടെ നല്ല മനോഹരമായ ഒരു വയലറ്റ് പെൻ, സവറോസ്കി എന്നെങ്ങാണ്ടോ പറഞ്ഞൊരു ബ്രാൻഡുള്ളൊരു സാധനം, നല്ല ഡയമണ്ട്സും ജുവൽസും ഒക്കെ ഉള്ളൊരു സംഗതി എടുത്തോണ്ട് വന്ന ഒരു സഹോദരിക്ക് ഇങ്ങനെ കൊടുത്തു. ഹലോ, ഹാപ്പി ബർത്ത്ഡേ, ബെസ്റ്റ് വിഷസ്. പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കി വെച്ച് അതവിടെ കിടന്നോട്ടെ. അതിനകത്തൊരു വേറെ എന്താണ്ടൊക്കെ മെക്കാനിസം ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് പിടിയൊന്നും കിട്ടിയില്ല. പുള്ളി അവിടെ ഇട്ടേച്ച് പോയി. ചില നാളുകൾക്ക് ശേഷം വേറൊരു സഹോദരി വന്ന് അത് ബുക്ക് എടുത്ത് നോക്കി. പുള്ളി ഗൂഗിളിൽ എടുത്ത് നോക്കിയപ്പോൾ ഏതാണ്ട് $100 വിലയുള്ള സാധനമാണ് ഈ മേശപ്പുറത്ത് വെറുതെ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പുള്ളി എടുത്തേച്ച് ചോദിച്ചു, ഇതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഫ്രീ ആയിട്ട്. യെസ്, കൊണ്ടുപോക്കോ. തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ USB കണക്ഷൻ ഉണ്ട്, നല്ല മൾട്ടി കളറാണ്. ഇത് മേടിക്കണമെങ്കിൽ ഇത്രയും രൂപ ചിലവാണ്. വെറുതെ കിട്ടിയപ്പോൾ ഇതിന്റെ വില അറിയാതെ തള്ളിക്കളയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദൈവം നിന്നെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഘോഷിക്കാനാണ്, അത് 10 പേരോട് പറയാനാണ്, അതിന്റെ വില ഡിക്ലെയർ ചെയ്യാനാണ്. ഹല്ലേലൂയ. അത് ഡിക്ലെയർ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അതിന്റെ വില അറിയാത്തവരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. കാൽവറിയുടെ വില എന്താന്ന് ഗൂഗിളിന് അറിയാമോ നോക്കുക. ഗൂഗിളിന് അറിയില്ല, അത് തിരുവചനത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അബദ്ധം കാണിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്യരുത് കേട്ടോ. എല്ലാം കയറി. പ്രൈസ് ദി ലോർഡ്. ഗൂഗിളിന് അറിയാൻ വയ്യാത്ത ഒത്തിരി സംഭവം ബൈബിളിനകത്തുണ്ട്. പലരുടെയും വിചാരം ഗൂഗിളിന് എല്ലാം അറിയാവുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്തിനു വേണ്ടി? അടുത്ത വാക്യം വായിച്ചു. തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, ചോസൺ ജനറേഷൻ. വിശാലെ ഒന്ന് ഓർത്ത് നോക്കിയ ചോസൺ ജനറേഷൻ. ഒന്ന് ഗമയൊക്കെ വേണ്ടേ? കോളറൊക്കെ ഒന്ന് പൊക്കിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ചോസൺ ജനറേഷൻ. പിന്നെ ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. രാജാവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഗമയാണ്. പിന്നെ രാജാവും പുരോഹിതനും കൂടെ ആണെങ്കിൽ എന്തോ ഓർത്ത് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഇതുവരെയും അത് ഒരുമിച്ച് കൊടുക്കാത്ത ഒരു സ്ഥാനം
ദൈവം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു ദിവസം ഞാനത് പഠിപ്പിക്കും. എന്താണ് മൽക്കീസേദെക്കിന്റെ ക്രമം? മൽക്കി മീൻസ് റൈച്ചസ്നെസ്, സെദേക്ക് മീൻസ് കിങ്. നീതിയുടെ രാജാവായിരിക്കുന്ന മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യഹൂദയിൽ രാജ്യത്വവും ലേവിയിൽ പൗരോഹിത്യവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് രാജകീയ പുരോഹിത വർഗമാക്കി പുതിയ നിയമത്തിലെ വിശ്വാസിക്ക് ഒരു പുതിയ ട്രൈബ് കൊടുത്തിരിക്കുകയാണ്. ഒരു ഗോത്രമാണ്, 12 ഗോത്രത്തിൽ ഇല്ലാത്തൊരു ഗോത്രമാണ്. അത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു ഗോത്രമാണ്. രാജകീയ പുരോഹിത വർഗം. യേശുവിന്റെ കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ജനം ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. പിന്നെ അടുത്ത വാക്യം, വിശുദ്ധ ജനം, വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ട്രഷേർഡ് പൊസഷൻ, സ്വന്ത ജനം. ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? സ്വന്ത ജനം. ഞാൻ USA ചെന്നപ്പം ഹൈദരാബാദിലുള്ള ഒരു മുസ്ലിം റാബിയ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു. പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്ന കോട്ടയത്തു നിന്നാണ്. പുള്ളിക്ക് എല്ലാ കണക്ഷനും അറിയാം. 85 വയസ്സുണ്ട്. അപ്പം ഞാൻ 2-3 പേരൊക്കെ ചോദിച്ചു, കോട്ടയത്തുള്ള വലിയ പേരൊക്കെ. 10 പ്രായമുള്ളൊരു അമ്മച്ചിയാണ്, ഭയങ്കര അനുഗ്രഹപ്പെട്ട ഒരാളാണ്. പുള്ളിക്ക് അറിയാൻ വയ്യാത്ത പരിപാടിയൊന്നുമില്ല. എന്തൊക്കെ ചോദിച്ചാലും പുള്ളി പറയും, അതോ സ്വന്തക്കാരാ. അടുത്ത ആളുടെ പേര് പറഞ്ഞു, അത് ഞങ്ങളുടെ സ്വന്തക്കാരാ. അപ്പം ഈ സ്വന്തക്കാരെയൊക്കെ അറിയാൻ പറ്റുന്ന ഹൈദരാബാദി അമ്മച്ചിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുള്ളി ഒരു പുസ്തകം എഴുതാൻ പോവാണ്. ആ പുസ്തകത്തിൻ്റെ പേര് നവാബി ടു നസ്രാണി. അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ പ്രൊമോഷൻ നേരത്തെ കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തക്കാരാരാണെന്ന് നാട്ടിൽ അറിയാൻ കഴിവുള്ള ചില സഹോദരിമാരുണ്ട്. പക്ഷേ സ്വർഗത്തിലെ അപ്പച്ചനറിയാൻ നമ്മൾ സ്വന്തം ജനമാണെന്ന്. സ്വർഗത്തിലെ ദൂതന്മാർക്കറിയാം നമ്മൾ സ്വന്തം ജനമാണെന്ന്. സ്വർഗത്തിന്റെ എല്ലാ സേനകൾക്കും അറിയാം നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന്. നിനക്കറിയാമോ സഹോദര, നീ ദൈവത്തിന്റെ സ്വന്തമാണെന്ന്? Do you know that you are a precious possession of God tonight? പിശാചിനെ തൊട്ട് കളിക്കാൻ നിന്നെ കൊണ്ട് അനുവദിക്കുകയില്ല. ഇനി മേലാ നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ബുദ്ധി വിട്ടുകൊടുക്കരുത്, നിന്റെ മനസ്സ് വിട്ടുകൊടുക്കരുത്, നിന്റെ ശരീരം വിട്ടുകൊടുക്കരുത്. പിശാചിന് നിന്റെ മേൽ അധികാരമില്ല. തിന്മയ്ക്ക് നിന്റെ മേൽ അധികാരമില്ല. തെറ്റായ ചിന്തകൾക്ക് നീ വിട്ടുകൊടുക്കരുത്. ദൈവത്തിന്റെ പൈതലാണ്. വേഗം വായിക്കാം. എഫേസ്യർക്ക് ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യം. എഫിഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 8. മുന്നേ നിങ്ങൾ ഇരുളിലുള്ളവരായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇരുളായിരുന്നു. നിങ്ങൾ ഇരുന്നത് ഇരുട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ഇരുട്ടിന്റെ പുറകെ നടന്നെന്നാണോ എഴുതിയിരിക്കുന്നത്? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഇരുട്ടിൽ ഇരിക്കുന്നവന് വല്ല പ്രകാശമുണ്ടോ? ഇല്ല. നിങ്ങൾ ഇരുളായിരുന്നു. വൺസ് ബിഫോർ യു ആർ ഡാർക്ക്നെസ്. വൺസ് ഡാർക്ക്നെസ്. നിങ്ങൾ ആരായിരുന്നു? ഇരുളായിരുന്നു. ഇരുളിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു. മദ്യപാനം, പോഹവലി, ചീത്ത പറച്ചില്, ഏഷണി, ദൂഷണി, ഇല്ലാത്ത ഒന്നുമില്ല. അതേ നാവിക്കൂടെ അനുഗ്രഹം ഒഴുകുമോ? തെറി പറയുന്ന നാവിക്കൂടെ എങ്ങനെ തമ്പുരാൻ അനുഗ്രഹം അറിയിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് പലർക്കും ഇന്നും അന്യഭാഷ കിട്ടാത്തത്. നാവൊന്ന് ക്ലീൻ ചെയ്തൊന്ന് വിശുദ്ധീകരിച്ചാൽ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ നാവ് അഭിഷേകത്തിന്റെ നാവാണ്. നിന്റെ നാവ് നന്മയുടെ നാവാണ്. നിന്റെ നാവിൽ കൂടെ ദൈവശക്തി ഒഴുകേണ്ട നാവാണ്. അത് അനാവശ്യ സംസാരത്തിന് വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പണ്ട് നിങ്ങൾ ഇരുളായിരുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുളായിരുന്നു. കൈകൊണ്ട് ഇരുൾ പ്രവർത്തിച്ചിരുന്നു. മനസ്സ് നിറച്ചിരുളായിരുന്നു. നാവിനകത്ത് വന്നത് മുഴുവൻ ചെളി മാത്രമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പണ്ട് നിങ്ങൾ ഇരുളായിരുന്നു. അടുത്ത വാക്യം. ഇപ്പോഴോ കർത്താവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ, ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ, പുതിയ ലോകത്തിന്റെയും പുതിയ സ്വർഗത്തിന്റെയും പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിന്റെയും വെളിച്ചമായിരിക്കുന്ന കുഞ്ഞാട് നമ്മളിൽ ഇരിക്കുമ്പോൾ, പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും വെളിച്ചം KSCB അല്ല, കുഞ്ഞാടാണെന്നാണ് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ ഫ്രീ ആയിട്ട് ലൈറ്റ് കൊടുക്കുന്നത് യേശു തമ്പുരാനാണ്. ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു എന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഇരുളായിരുന്ന നമ്മൾ എന്തായി മാറുന്നു? വെളിച്ചമായി മാറുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് നമ്മൾ അടുത്ത് പോയിരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത. എന്താ കാര്യം എന്നറിയാമോ? നല്ല ചെളി പിടിച്ചൊരു വെള്ള ഉടുപ്പിട്ടോണ്ട് സിനിമാ തിയേറ്ററിൽ ലൈറ്റ് ഇല്ലാത്തപ്പോൾ പോയിരുന്ന ആരെങ്കിലും കാണുമോ? കുട്ടപ്പനായിട്ട് ഇരുന്നേച്ച് സിനിമ മുഴുവൻ കണ്ടേച്ച് ഇറങ്ങി വരാം. പക്ഷെ ഇതേ ഉടുപ്പിട്ടോണ്ട് ഇവിടെ വന്നേച്ച് ഞാൻ അതിനെക്കാട്ടിലും വൃത്തിയുള്ള വെളുത്തുടുപ്പിട്ട് ഒരു നല്ല ലൈറ്റ് വിട്ട് അവിടെ സൈഡിലിരിക്കുകയാണ്, ഈ മനുഷ്യന് പതുക്കെ ചൊറിച്ചിലുണ്ടാവില്ലേ?
അപ്പൊ അദ്ദേഹം എഴുന്നേറ്റ് പോകും, ഇഷ്ടപ്പെടില്ല. പണ്ട് വിശുദ്ധന്മാര് ലോകത്തിൽ നടന്നപ്പോൾ, ആദ്യകാലത്തെ വിശ്വാസികൾ ലോകത്തിൽ നടന്നപ്പോൾ, അന്നുണ്ടായിരുന്ന ലോകത്തിലെ ജനം പറഞ്ഞത്, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു എന്നാണ്. അവര് ലോകത്തെ കീഴ്മേൽ മറിഞ്ഞതല്ല, ലോകം തലകുത്തി നടന്നപ്പോ ഇവര് നേരെ നടക്കാൻ തുടങ്ങിയതാ. അപ്പം തലകുത്തി നടക്കുന്നവരുടെ നീ നേരെ നടക്കാൻ തുടങ്ങുമ്പം അവർക്ക് എന്ത് തോന്നുന്നു? നീ എങ്ങനെ നടക്കുന്നതാ? വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം നിന്റെ കാല് നേരെയാക്കി ആ പാറയിലാക്കി, യേശു എന്ന പാറയിലാക്കി സ്ഥിരപ്പെടുത്തി നിന്റെ ഗമനത്തെ നേരെയാക്കി നിന്നെ വെളിച്ചമാക്കി മാറ്റിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഒരു കാരണവശാലും ഇനി ഇരുളല്ല, അന്ധകാരത്തിൽ ആയിരുന്നു, അന്ധകാരമായിരുന്നു, ഇനി നീ വെളിച്ചമാണ്. അതിന്റെ 4:18 വായിച്ചോളൂ. എഫേസ്യർ 4:18. Their understanding become darkened. അവരുടെ മന്ദബുദ്ധികളായി, അറിവില്ലാത്തവരായി ഇരുളിൽ നിൽക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഗെറ്റ്സ് ഡാർക്കൻഡ്. പ്രൈസ് ദി ലോർഡ്. ഇരുളിൽ നിൽക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഗെറ്റ്സ് ഡാർക്കൻഡ്. നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ പിടികിട്ടുമോ എന്നറിയില്ല. ഒരു മനുഷ്യനെ ഇരുട്ടുള്ള ഗുഹയിൽ ഒരു 6 മാസം പൂട്ടിയിട്ട് കഴിയുമ്പം പിന്നെ അവനോട് തിങ്കളാഴ്ച ഏതാ, ഞായറാഴ്ച ഏതാ, സമയം എന്താ, രാജ്യം ഏതാന്നൊക്കെ ചോദിച്ചാൽ വല്ല വിളിവും കിട്ടുമോ? അവൻ വെളിച്ചം കാണുമ്പോൾ വട്ട് പിടിക്കും. ബിക്കോസ് അവൻ കഴിഞ്ഞ 6-8 മാസമായിട്ട് കിടന്നത് പൂട്ടിക്കിടക്കുന്ന ഒരു ഗുഹയിലാണ്, അന്ധകാരത്തിന്റെ കീഴിലാണ്. അതിനെക്കുറിച്ച് മെഡിക്കൽ ബുക്കിൽ വരെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്നവൻ വെളി വന്ന എന്തൊക്കെ അസുഖം ഉണ്ടാവും. അന്ധകാരത്തിൽ കിടന്നു കഴിഞ്ഞാൽ നിന്റെ വിവരം പോകും, നിന്റെ ചിന്ത പോകും. എവറിത്തിങ് ഗെറ്റ്സ് ഡാർക്കൻഡ്, എവറിത്തിങ് ഗെറ്റ്സ് ബ്ലൈൻഡ്, എവറിത്തിങ് ഗെറ്റ് ക്ലോസ്ഡ്. അതുകൊണ്ടാണ് വേറെ ഭാഗത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4:4 തോന്നുന്നു. 2 Corinthians 4:4. 4:4 എന്ന് വായിച്ച്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി, ഡാർക്കൻഡ്, അടച്ചു വെച്ചിരിക്കുകയാണ്. അവിശ്വാസിയുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. അപ്പം ബൈബിള് വായിക്കുമ്പോൾ ഒന്നും കാണാത്തതിന്റെ കാരണം അവന്റെ കുഴപ്പമല്ല, അവന്റെ കണ്ണ് ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാച് അടച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള അപ്പച്ചനോടോ അമ്മച്ചിയോടോ വീട്ടുകാരോടോ നാട്ടുകാരോടോ പണങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അവരുടെ കണ്ണ് തുറന്നു കെട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അവർക്കൊന്നും പിടികിട്ടാത്തത്. അവർ പപ്പപ്പരെ അടിക്കുന്ന കണ്ടെച്ച് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ കണ്ണ് തുറന്നു കൊടുക്കണേ. നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? പ്രാർത്ഥിക്കണം. ദൈവമേ എൻ്റെ അപ്പൻ്റെ കണ്ണ് തുറന്നു കൊടുക്കണേ, ദൈവമേ എൻ്റെ ഭർത്താവിൻ്റെ കണ്ണ് തുറന്നു കൊടുക്കണമേ, ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ കണ്ണ് തുറക്കണമേ. ലോകത്തിന്റെ പ്രഭു, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ലോകത്തിന്റെ രാജാവ് അവരുടെ കണ്ണ്, ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണ്, വിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പ്രഭു പിശാചാണെങ്കിൽ ഇന്ന് ലോകത്തെ ഭരിക്കുന്ന ആരാണ്? ഹലോ, പിശാചാണ്. അത് പാർലമെന്റിൽ കൂടെ വേണേലും ഭരിക്കും, അത് മതങ്ങളിൽ കൂടെ വേണേലും ഭരിക്കും, രാഷ്ട്രീയത്തിൽ കൂടെ വേണേലും ഭരിക്കും. ഈ ഭരണത്തിന്റെ കാൻഡിഡേറ്റായി നീ കയറി നിന്നാൽ നിന്നിൽ കൂടെ ഭരിക്കാൻ പോകുന്ന ആരാണ്? ഹലോ, ദയവ് ചെയ്ത് അങ്ങനത്തെ കുഴപ്പത്തിനകത്തെങ്കിലും പോയി വീടരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ലോകത്തെ ഭരിക്കാനല്ല, ദൈവത്തിന്റെ പദ്ധതിക്ക് യോഗ്യമായി നിൽക്കാനാണ്. ഇത് പലരും പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ചിലരുടെ വിചാരം അതൊക്കെ ഇച്ചിരി നല്ലതാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തെ ഭരിക്കുന്നത് പിശാചാണ്, ദൈവം അവന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മൾ ലോകത്തെ നേരെയാക്കുന്നത് ഭരിച്ചല്ല, നമ്മൾ നേരെയാക്കുന്നത് നമ്മുടെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്, നമ്മളിലൂടെ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന, നമ്മളിലൂടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം വെളിയിൽ വരുമ്പോൾ, നമ്മളിലൂടെ ദൈവകൃപയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വെളിയിൽ വരുമ്പോൾ അന്ധകാരത്തിന്റെ ശക്തി ഇല്ലാതായി ലോകം നേരെയാവും. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടികിട്ടിട്ടില്ല, എനിക്കറിയാം. ചിലർക്ക് മിഴുക്കസിയാന്നിരിക്കുകയാണ്. ഞാൻ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു വലിയ സംഭവമാണ് സ്വച്ഛ് ഭാരത്. എന്താണ്? ക്ലീൻ ഇന്ത്യ. പുള്ളി ഡസ്റ്റ്ബിനും ലാട്രിനും ബാക്കിയുള്ള സംഗതിയൊക്കെ ക്ലീൻ ചെയ്താലും ഇന്ത്യ ക്ലീൻ ആവുമോ? ഇല്ല. മനുഷ്യന്റെ മനസ്സ് ക്ലീൻ ആകുമോ? തമ്മിൽ കുറയുമോ? തല്ല്, കുത്തും വെട്ടും കുറയുമോ? മദ്യപാനം കുറയുമോ? മോഷണം കുറയുമോ? ലോകത്തിന്റെ തിന്മ കുറയുമോ?
ഇല്ല. യഥാർത്ഥത്തിൽ സ്വച്ഛ് ഭാരത് ചെയ്യുന്ന ദൈവസഭയാണ്. നമ്മളിവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദേശം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. We are part of the Prime Minister's program called Swachh Bharat, Cleaning India. By the blood of Jesus, by the power of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദുഷ്ടപോരുകളെയും പോരാട്ടങ്ങളെയും ദുഷ്ടന്റെ എല്ലാ പ്രവർത്തികളെയും അന്ധകാരത്തിന്റെ ശക്തികളെയും നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കള്ളത്തരം കൂടുന്നൊരു സ്ഥലത്ത് ദൈവസഭ വളർന്നാൽ കള്ളന്മാരില്ലാതായി തീരും. പോലീസും പട്ടാളവും ഉണ്ടായത് കൊണ്ട് ഗുണം പിടിക്കുകയില്ല. ആരാധന ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഗുണം പിടിക്കുക. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ജനം ഒരു ദേശത്തുണ്ടോ, ആ ദേശം നന്നാകും. അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് ചില ജീവിതങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക്, പിശാചിന്റെ പിടിയിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടിട്ട് എക്സൈറ്റ്മെന്റ് ഇല്ലേ? എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 77 79 വായിച്ചു കഴിഞ്ഞാൽ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഒരു ഉദ്ദേശം അവിടെ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ സന്ദർശനം ഇരുണ്ട കാലത്തിന് ശേഷം പുതിയ നിയമത്തിൽ നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് ഇല്ല. പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ കിങ്ഡം ഓഫ് ഹെവൻ, കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾ റെഫറൻസ് എടുത്ത് നോക്കിക്കോളൂ. പഴയ നിയമത്തിൽ ന്യൂ മാൻ ഇല്ല, ന്യൂ ക്രിയേഷൻ ഇല്ല. ഓൺലി സാക്രിഫൈസ് സാക്രിഫൈസ് സാക്രിഫൈസ്. യാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നീ പാപിയായിട്ട് അവസാനിക്കുകയാണ്. പഴയ നിയമത്തിൽ ലോകത്തിന്റെ അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങളായി വെച്ചിരുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനല്ല. ആദ്യമായി കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് അതിനെ വെളിപ്പെടുത്തുവാൻ അതിന്റെ നേതാവായിരിക്കുന്ന യേശു ഇറങ്ങി വന്നു. അതിനുശേഷം അവനിലൂടെ എല്ലാത്തിനെയും അവൻ പുതിയതാക്കി. കണ്ടാലും പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞ് ഒരു ന്യൂ മാൻ ഉണ്ടാക്കി. അതിനെക്കുറിച്ച് നിങ്ങൾ അധികം വൈകാതെ കേൾക്കും. ന്യൂ മാൻ, ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. പഴയ നിയമത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ്. പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. പൊരുളാണ് നമ്മുടെ സിലബസ്. സിലബസിലുള്ള ഒരു സംഭവമാണ് പുതിയ സൃഷ്ടി. അത് പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് പിടിച്ചിങ്ങോട്ട് മാറ്റിയെങ്കിലേ ഈ സംഭവം നടക്കുകയുള്ളൂ. അതിന് കഴിവുള്ള ഏക വ്യക്തി യേശുവാണ്. അത് കാൽവറിയിലാണ് അവൻ സാധിച്ചെടുത്തത്. പിശാചിന്റെ തലയെ അവൻ കാൽവറിയിൽ തകർത്തുകൊണ്ട് അന്ധകാരത്തിന്റെ ശക്തി അവൻ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മെ അവൻ പുത്രന്റെ രാജ്യത്തിലേക്ക് മാറ്റി. ഇത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നടന്ന വലിയൊരു സംഭവമാണ് പുത്രന്റെ രാജ്യത്തിലേക്കുള്ള ട്രാൻസ്ഫർ. അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ പൗലോസും അതിനെക്കുറിച്ച് സ്വന്തം സാക്ഷ്യം പറയുന്നുണ്ട്. 26-ാം അധ്യായം 18-ാം വാക്യം. അവർക്ക് പാപമോചനവും അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് തിരിപ്പാനും ഇങ്ങനെ പറഞ്ഞാണ് പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തത്. പൗലോസിന്റെ മേൽ കൊടുത്ത അധികാരം എന്താണ്? ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ നിന്നെ അയക്കുന്നു. ദൈവ പൈതലേ, അതേ അധികാരം ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. നീ വെളിച്ചത്തിന്റെ പൈതലായി കഴിഞ്ഞാൽ നിനക്ക് അധികാരമുണ്ട്. അന്ധകാരത്തിലിരിക്കുന്ന ചിലരെ വലിച്ചെടുക്കുവാൻ ദൈവം ഇന്ന് രാത്രി ചിലരെ അധികാരം തരട്ടെ. Receive that power, that authority, that anointing. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും പിശാചിന്റെ ശക്തിയിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്കും മാറ്റാനുള്ള അധികാരം ഇന്ന് രാത്രി ചിലർ ഏറ്റെടുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആവശ്യമുള്ളവർ മാത്രം കൈപൊക്കി ഏറ്റെടുത്താൽ മതി. നിങ്ങൾ വെളിച്ചത്തിലോട്ട് മാറിയാൽ നിങ്ങളുടെ അടുത്ത ജോലി എന്താണ്? ഇരുട്ടി കിടക്കുന്നവരെ പൊക്കിയെടുത്ത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. You have been transferred. Now you try to transfer them. Praise the Lord. പണ്ട് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ആരെങ്കിലും അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ ഒരു ചേട്ടായി അവിടെ ചെല്ലും. പിന്നെ ഇമിഗ്രേഷൻ ഫയൽ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം ഒരു 10 വർഷം കൊണ്ട് എല്ലാത്തിനെയും അങ്ങ് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ആന്ധ്രയിലൊക്കെയാണ് ഒരു രക്ഷയില്ല. ചെന്നൈയിലും ബോംബെയിലും ഒക്കെ അവർക്ക് സെപ്പറേറ്റ് ക്യൂ ആണ്.
മലയാളികൾക്ക് അത്ര വലിയ സ്നേഹമൊന്നുമില്ല തമ്മിൽ കഷ്ടിച്ച് വേണമെങ്കിൽ സ്വന്തം സഹോദരനെ വല്ലതും അവരാണ് കൂട്ടമായിട്ട് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര സ്നേഹമാണ്. മലയാളിക്ക് വേറൊരാൾ ഗുണം പിടിക്കുന്ന ഇഷ്ടമല്ല. എങ്ങനെങ്കിലും അവനെ അടിച്ച് താഴെയാക്കണം. അങ്ങേപ്പുറത്തിരിക്കുന്ന ആൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നതിലാണ് വിഷമം, നമ്മുടെ മാർക്ക് കുറയുന്നതിലല്ല. നമ്മുടെ മാർക്ക് കുറഞ്ഞാലും അത്രയും ദുഃഖമില്ല, അവന് കൂടുതൽ കിട്ടിയാലേ ദുഃഖമുള്ളൂ. അവൻ തോറ്റുപോയാൽ നമുക്ക് സന്തോഷം, അതായത് അവന് എൻ്റെ കൂടെ തോറ്റല്ലോ എന്ന് പറഞ്ഞ് കൈയടിക്കും. ഇങ്ങനെയാണ് മലയാളിയുടെ സ്വഭാവം. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഞണ്ടിൻ്റെ കഥ. അമേരിക്കയിലേക്ക് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പല രാജ്യത്തിൽ നിന്ന് ഫിലിപ്പീൻസിൽ നിന്നൊക്കെ ക്രാബ്സിനെ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു, ഞണ്ട്. അമേരിക്കയിൽ എത്തുമ്പോൾ എല്ലാ ഞണ്ടും ചത്തുപോകും. കേരളത്തിൽ നിന്ന് വരുന്ന ഞണ്ട് മാത്രം ജീവനോടിരിക്കും. അപ്പോഴത്തേക്ക് ഇന്റർനാഷണൽ ബോഡി വിളിച്ചു കൂട്ടിയേച്ച് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ജീവനോടെ കേരളത്തിൽ നിന്ന് ഞണ്ടിനെ അമേരിക്കയിൽ എത്തിക്കുന്നത്? അവരെല്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ സിമ്പിൾ സീക്രട്ടാണ്, ഞങ്ങൾ ബക്കറ്റും പാത്രവും ഒന്നും മൂടില്ല, തുറന്നു വെച്ചിട്ടാണ് വിടുന്നതെന്ന് പറഞ്ഞു. അടുത്ത മാസം മുഴുവനും ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും ക്രാബ് എക്സ്പോർട്ട് ഞണ്ട് കയറ്റി വിടുന്നവര് പാത്രം തുറന്നു വിട്ടു. അവിടെ ചെന്നപ്പോൾ empty പാത്രം മാത്രമേ ഉള്ളൂ. മലയാളിയുടെ പാത്രം നിറഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത് വേൾഡ് കൗൺസിൽ കൂടി, എന്തുകൊണ്ടാണ് ക്രാബ് എക്സ്പോർട്ട് ഞണ്ട് കയറ്റി വിടുന്നവർ കൂടി, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഞണ്ട് മുഴുവൻ പാത്രത്തിൽ നിന്ന് ചാടിപ്പോയ മലയാളി ഞണ്ട് മുഴുവൻ അവിടെ കിടപ്പുണ്ട്? നേതാവ് പ്രസിഡന്റ് എഴുന്നേറ്റ് പറഞ്ഞു, കേരള ക്രാബ് അസോസിയേഷൻ പ്രസിഡന്റ് എഴുന്നേറ്റ് പറഞ്ഞു, മലയാളി ഞണ്ടിനൊരു ഗുണമുണ്ട്, ആരെങ്കിലും ചാടാൻ നോക്കിയാൽ വലിച്ചിടാൻ അറിയാം, ഞങ്ങൾക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ആത്മീകമായിട്ട് ആരെങ്കിലും ഉയർന്നാൽ മലയാളി ഞണ്ട് വലിച്ചിടും, ഭൗമികമായിട്ട് ആരെങ്കിലും ഉയർന്നാൽ മലയാളി ഞണ്ട് വലിച്ചിടും. സഹോദര, നീ പൊങ്ങിപ്പൊക്കോ, രണ്ട് സ്തോത്രം പറഞ്ഞ് കയറ്റിവിടാൻ കഴിവുള്ള മലയാളികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലിഫ്റ്റ് യുവർ അതർ ബ്രദർ, ഡെലിവർ ഹിം ഫ്രം ഡാർക്ക്നെസ്. ഇരുളിൽ നിന്ന് വലിച്ചു പൊക്കിയെടുക്കാൻ ഒരു കൃപ ഏറ്റെടുക്കുക ഇന്ന് രാത്രി. ഏതെങ്കിലും ഒരു സഹോദരൻ പാപത്തിൽ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിന്റെ ഹൃദയം വിഷമിക്കണം. പിന്മാറ്റക്കാരനെ കണ്ട നീ ദുഃഖിക്കണം. അവനെ വലിച്ചു പൊക്കാൻ നീ ഇറങ്ങിപ്പോകണം. യു മസ്റ്റ് ഗോ. അതിനുവേണ്ടിയാണ് നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ ദേശത്തിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും രക്ഷ. അടുത്ത ആഴ്ച ഒരു 5 പേരെങ്കിലും പുതിയതായിട്ട് വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 5 പേര് പോയിട്ട് ഒരാളെ കൊണ്ടുവന്നാൽ തന്നെ വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനായിട്ട് കൃപ തരുമാറാകട്ടെ. 4 പേരോട് സുവിശേഷം പറയുക. ദൈവം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, സുവിശേഷം പറയാനേ പറഞ്ഞിട്ടുള്ളൂ. രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. സുവിശേഷം പറഞ്ഞാൽ മാത്രം മതി. അന്ധകാരം മാറിപ്പോകും, തിന്മ മാറിപ്പോകും, ശത്രുവിന്റെ പിടി മാറിക്കോളും. നീ സ്തോത്രം പറയുമ്പോൾ കുടുംബത്തിൽ ദൈവശക്തി വരും. നീ ആരാധിക്കുമ്പോൾ ദേശത്തുള്ള എല്ലാ തിന്മയും മാറിപ്പോകും. നീ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഇരുന്ന് സ്തുതിച്ചു കഴിയുമ്പം കാക്കനാട് മുഴുവൻ ശുദ്ധമാവും. പ്രൈസ് ദി ലോർഡ്.